പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാന്യ വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തിന്മയും നമ്മളെ ഉപദ്രവിക്കുകയല്ല. ഈശോയുടെ തിരുഹൃദയം, പരിശുദ്ധ വിമല ഹൃദയം എല്ലാം നമ്മളെ കാത്തു സൂക്ഷിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ മാസം പെന്തക്കോസ്ത തിരുനാളിനൊക്കെ പ്രത്യേകിച്ച് ഒരുങ്ങുന്ന ആ ഒരു സമയമാണല്ലോ. പ്രത്യേകിച്ച് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. വലിയൊരു കൂട്ടായ്മ, ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചൻ്റെ ആശീർവാദവും പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ PDM-ലെ, സെഹിയോനിലെ, STM-ലെ എല്ലാവരുടെ വലിയൊരു കൂട്ടായ്മ, FCM എല്ലാം വലിയൊരു കൂട്ടായ്മയിലുള്ള ഒരു ശുശ്രൂഷയാണിത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കൂടുതൽ ജ്വലിക്കാനും നിറയപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെങ്കിലും ചില അടിമത്തങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ഭാരപ്പെടുത്തി വെച്ചിരിക്കുന്നു. ചിലപ്പോൾ ചിലർക്ക് വിഷാദമായിരിക്കാം, ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനൊരു ഉത്സാഹമില്ല, ഒരു മടി, അലസതയൊക്കെ ആയിരിക്കാം. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ പറ്റാത്താകാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാ അടിമച്ചങ്ങലുകളും തകരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഓരോ ദിവസവും ആത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ 1 മണിക്കൂർ എന്നോട് കൂടി ഉണർന്നിരിക്കുവാൻ പ്രാർത്ഥിക്കാൻ അത് പറഞ്ഞതുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവും നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് നല്ലൊരു സ്വാതന്ത്ര്യം നൽകണമേ. ആത്മാവിൻ്റെ ഒരു സ്വാതന്ത്ര്യം നൽകണമേ. മനസ്സിന് നല്ലൊരു വിടുതൽ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ ഏറ്റെടുക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവേ, ഉന്നതത്തിൽ നിന്ന് വലിയ അഗ്നിയായി, തീനാവുകളായി, വലിയ അഭിഷേകമായി റൂഹായേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ആവസിക്കണമേ. കൈയടിച്ച് പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. പരിശുദ്ധാത്മാവേ, നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. എന്നിൽ വന്നു പതിക്കണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് സ്നേഹത്തിന്റെ ആത്മാവാണ്, അവിടുന്ന് പൂർണ്ണതയുടെ ആത്മാവാണ്. ദൈവിക പുണ്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കും. പരിശുദ്ധാത്മാവേ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ വലിയ ആനന്ദം, വലിയ സന്തോഷം, വലിയ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. നിരാശ മാറട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ദൈവം അസംതൃപ്തി മാറട്ടെ. എല്ലാത്തിനും തൃപ്തിയുടെ ആത്മാവ് ആവസിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു, ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമസ്ത മേഖലകളും ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണല്ലോ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാ, സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തിടുവാ. സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാ, സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തിടുവാ. ദൈവസ്നേഹ പാരമ്യത്തെ ജ്വലിച്ചിടുവാ, ആത്മാവിന്റെ ഫലങ്ങൾ സാക്ഷ്യമേകുവാ. ദൈവസ്നേഹ പാരമ്യത്തെ ജ്വലിച്ചിടുവാ, ആത്മാവിന്റെ ഫലങ്ങൾ സാക്ഷ്യമേകുവാ. ഉറവിടമാ ദൈവമേ, എന്നിൽ നിറയണമേ. അഭിഷേകത്തിനാൽ നീയാ കത്തിപ്പടരണമേ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. പരിശുദ്ധാത്മാവേ, നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. എന്നിൽ വന്ന് പതിക്കണമേ. ഓ
പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ കാലഘട്ടത്തിൽ കർത്താവേ, വലിയ ഞെരുക്കങ്ങളുടെ സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം നന്നായി ചെയ്തു പോകാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകണം. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട എങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കണം. ഓരോ കാര്യങ്ങളും എന്താണ് തീരുമാനം എടുക്കണമെന്ന് പലപ്പോഴും വ്യക്തമല്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പസ്തോലന്മാർ എത്രയോ കൃത്യമായിട്ട് നയിച്ചു. പരിശുദ്ധാത്മാവെ എത്രയോ കൃത്യമായിട്ടൊരു ഒരു വ്യക്തി എന്ന പോലെ കൂടെ പ്രവർത്തിച്ചു. ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാത്മാവെ. ദാഹിച്ച് ഉദ്ധിതനമേശുവിൻ അഭിഷേകമേ, ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരഭിഷേകമേ. ഉദ്ധിതനമേശുവിൻ അഭിഷേകമേ, ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരഭിഷേകമേ. സ്ത്രീകന്മാരെ ഉണർത്തിയ അഭിഷേകമേ, ആത്മരക്ഷ നൽകുന്ന അഭിഷേകമേ. സ്ത്രീകന്മാരെ ഉണർത്തിയ അഭിഷേകമേ, ആത്മരക്ഷ നൽകുന്ന അഭിഷേകമേ. കാലഘട്ടത്തിൽ ആവശ്യമാ അങ്ങേ ശക്തി നൽകണേ. ദിനങ്ങൾക്കെതിരാ അങ്ങേ രാജ്യം മാറണേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, 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 ആത്മാവേ. ഓ കർത്താവേ, ഇപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ കർത്താവ് എളിയദാസൻ കരങ്ങൾ ഉയർത്തി പിടിക്കുമ്പോൾ, ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, സഭയുടെ കൂട്ടായ്മയും അപ്പസ്തോലിക സഭയുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സേവക പട്ടാരസിന് ആത്മാവരെല്ലാം കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശരിയാൻ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഓ കർത്താവായ ദൈവമേ, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോരുത്തർക്കും വേണ്ടതുപോലെ അവിടുന്ന് ഇപ്പോൾ ആവശ്യിക്കണമേ. സ്നേഹം വേണ്ടവർക്ക് സ്നേഹം നൽകണമേ. എളിമ വേണ്ടവർക്ക് എളിമ നൽകണമേ. ശാന്തത വേണ്ടവർക്ക് ശാന്തത കൊടുക്കണമേ. ക്ഷമ വേണ്ടവർക്ക് ക്ഷമ കൊടുക്കണമേ. കർത്താവേ, ദയ വേണ്ടവർക്ക് ദയ കൊടുക്കണമേ. എന്താണ് ഓരോരുത്തരുടെ ആവശ്യം? കർത്താവ് സ്വർഗം അതാ അറിയുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് വേണ്ടത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥം വഹിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികൾക്ക് അവിടുന്ന് വലിയ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ രോഗപീഠകൾ അഭിഷേകത്തിന് സത്യം വിട്ടുമാറും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും ഇപ്പോൾ വലിയ സന്തോഷം, ആനന്ദം ഹൃദയത്തിൽ നൽകണമേ. ഈ സമയത്ത് ആത്മാവ് ഓരോരുത്തർ ഹൃദയത്തിൽ ഉച്ചലിക്കുന്ന അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 യേശുവേ, ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല 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 യേശുവേ, ആരാധന ആരാധന ആരാധന. യേശുവേ, ആരാധന 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 ആരാധന. യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വിശദീകരിച്ചാൽ പകുതി പ്രശ്നം തീരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നല്ലൊരു വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. 2 Corinthians chapter 6 verse 11 to 13. കൊറിന്തോസുകാരെ, ഞങ്ങൾ നിങ്ങളോട് വളരെ തുറന്ന് സംസാരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം നിങ്ങളെ തുറന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത്,
നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത്. മക്കളോട് എന്നതുപോലെ ഞാൻ പറയുന്നു, നിങ്ങളും ഞങ്ങളോട് ഹൃദയം തുറന്ന് പെരുമാറുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്കിനി ഇത് കൂടുതൽ എങ്ങനെ, ഞാനിത് ഇപ്പോൾ നമ്മൾ കുടുംബത്തിലാണെങ്കിൽ പറയുന്ന പോലെ അല്ലേ, ഇത് ഹൃദയം തുറന്ന് കാണിച്ച് ഇത് കൂടുതൽ ഞാൻ എന്താ പറയുക എന്നൊക്കെ പറയുന്നത് പോലെ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം തുറന്ന് കാണിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഇനി പറയാനൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ സത്യം. ഞങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഞങ്ങളൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. പിന്നെ എന്തിനാ? അതാണ് ഇതിൻ്റെ സെൻസ് കിടക്കുന്നത്. എന്നിട്ട് പറയാ, സത്യത്തിലുണ്ടല്ലോ, ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൃദയം തുറന്ന് ഞങ്ങളോടൊന്ന് സംസാരിക്കാത്തത് മൂലം, അതിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിലാണ്, അതിൻ്റെ ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിലാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്നിങ്ങനെ ചിന്തിച്ചും ബന്ധപ്പെട്ടിരിക്കുന്ന കാരണം നിങ്ങൾ വെറുതെ ഇങ്ങനെ ഹൃദയം തുറക്കാത്ത ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞങ്ങൾ നിങ്ങളോട് ഹൃദയം തുറന്ന് പെരുമാറുന്നത് പോലെ തന്നെ നിങ്ങളും ഞങ്ങളോടൊന്ന് ഹൃദയം തുറന്ന് പെരുമാറുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ സഹോദരങ്ങളെ. നമ്മൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും തമ്മിൽ ഹൃദയം തുറന്ന് സംസാരിക്കാനും ഹൃദയം തുറന്ന് പെരുമാറാനും തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പിന്നെ പതുക്കെ അതിൽ അലിഞ്ഞില്ലാതായിട്ട് തീരും. അതാ പറഞ്ഞത്, പകുതി പ്രശ്നത്തോടുകൂടി തീരുമെന്ന് പറയുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹൃദയം തുറക്കാതെ ഹൃദയം അടച്ചു വെച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന കാര്യം, ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ ഞെരുക്കം അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങും. കാരണം ഓരോന്ന് ചിന്തിച്ച് കൂട്ടുകയാണ്. അത് മിക്കവാറും ഇങ്ങനെയായിരിക്കും, അതങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പുറത്തെ ആളത് മനസ്സാ വാച ചിന്തിച്ചിട്ടില്ല, ഓർത്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക. സ്ലീഹ പറയാണ്, ഞങ്ങൾ മുഖാന്തരം അല്ല നിങ്ങൾ ഞെരുങ്ങുന്നത്, പിന്നെയോ നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നിങ്ങൾ തന്നെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം പറയുമ്പോൾ ഒരുപാട് വ്യക്തികളെ കണ്ടതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, ഹൃദയം തുറന്ന് പെരുമാറാത്തത് മൂലം, ഹൃദയം തുറന്ന് പറയാത്തത് മൂലം ഒരുപാട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ എല്ലാ തലങ്ങളിലും കാണാൻ ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനപ്രകാരമുള്ള ഒരു പെരുമാറ്റ രീതിയാണ് ഹൃദയം തുറന്ന് സംസാരിക്കുക, കാര്യങ്ങൾക്കൊന്ന് വിശദീകരിക്കുക, കാര്യങ്ങൾക്കൊന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സ്ഥാപനത്തിൽ എവിടെയാണെങ്കിലും ശരി, എല്ലാം ഒന്ന് ഹൃദയം തുറന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മറച്ചു വെക്കാതെ, ഒരു കപടതയില്ലാതെ. ബൈബിളിൽ ഈശോയെ അപ്പസ്തോലന്മാർ നമ്മളുടെ ജീവിതത്തിലൊക്കെ എത്രയോ കൃത്യമായിട്ട് എത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് അവർ ലൈഫ് അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 36. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തന്നാലും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർക്ക് പകുതി കാര്യങ്ങൾ പറഞ്ഞ ഈശോയൊക്കെ പറഞ്ഞപ്പോൾ ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒന്ന് ചോദിക്കുകയാണ്, കർത്താവ് അത് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തന്നാലും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് താഴെ ഈശോ പിന്നെ ആ ഉപമ മുഴുവൻ ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ചില ആൾക്കാർക്ക് നമ്മൾ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മൾ നല്ല സ്പീഡ് യുഗത്തിലാണ്, വീട്ടിലാണെങ്കിലും സ്പീഡ്, നാട്ടിലാണ് എപ്പോഴും ഭയങ്കര സ്പീഡാണ്. പെട്ടെന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകും. പകുതി ആൾക്കാർക്ക് പകുതി കാര്യം പിടികിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഈശോ പിന്നെന്താ സമയമെടുത്ത് ഇവർക്ക് കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് കൊടുക്കുക. പ്രശ്നം കഴിഞ്ഞു. ഇനി അപ്പസ്തോലന്മാരുടെ കാര്യം ചിന്തിച്ചു നോക്കുക. അപ്പസ്തോലന്മാരെ ശുശ്രൂഷയ്ക്കൊക്കെ അയച്ചിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഇതേ മെത്തഡോളജിയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 17. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാരെ കർത്താവ് 2 പേരായിട്ടും പല ബാച്ചായിട്ടും ശുശ്രൂഷയ്ക്ക് അയക്കുകയാണ്.
അങ്ങനെ അയച്ച് അവർ ഈശോയുടെ നാമത്തെ ശുശ്രൂഷ ചെയ്തപ്പോൾ അത്ഭുതങ്ങളുണ്ടായി, അടയാളങ്ങളുണ്ടായി, രോഗശാന്തികളുണ്ടായി, മാനസാന്തരങ്ങളുണ്ടായി, പിശാചുകൾ കീഴ്പ്പെട്ടു, വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താ? ഈശോയുടെ അടുത്തിരുന്ന് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എണ്ണിപ്പിറക്കി ഈശോയുടെ തക്ക വിശദീകരിക്കുകയാണ്. എന്നിട്ട് ഈശോ ഭയങ്കര ഹാപ്പിയായി, ഈശോ ഭയങ്കര സന്തോഷത്തോടെ, ദൈവമേ ഇത് ഇവന്മാർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തല്ലോ, പിതാവേ ഇത് വെളിപ്പെടുത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് ഈശോ ഭയങ്കര ഹാപ്പിയായിട്ട് പറഞ്ഞ ചില രംഗങ്ങൾ അതിന് ശേഷമുണ്ട്. എൻ്റെ സഹോദരികൾ, ഇതൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറയാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് അപ്പൻ അല്ലെങ്കിൽ ജോലിക്ക് പോയി, അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോയി തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന് വൈകുന്നേരം വന്നിരുന്നിട്ട് ഇന്നത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷം. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ പിന്നെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നാൽ അവിടെ കല്ല് പെൻസിൽ മുതൽ സമസ്ത കാര്യങ്ങളും ആ കുഞ്ഞുങ്ങൾ വന്ന് പപ്പയുടെ മമ്മയുടെ അടുത്ത് ഇങ്ങനെ വിശദീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ തിരക്ക്, പിന്നെ പറയും അർജന്റ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഇന്റർനെറ്റ് വേൾഡുകളിലും പലതരത്തിലും എന്തായി, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇല്ല, ഒരു കുടുംബത്തിന് അന്തരീക്ഷമില്ല. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിൽ ഈശോ ഇങ്ങനെ വിശദീകരിച്ചു വന്ന് അപ്പസ്തോലന്മാർ ഇതൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. അതൊക്കെ ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തുറന്നുള്ള ഒരു പെരുമാറ്റം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 21-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 21 വേഴ്സ് 17-20. ഞങ്ങൾ ജെറുസലേമിൽ എത്തിയപ്പോൾ സഹോദരർ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടൊത്ത് യാക്കോബിൻ്റെ അടുക്കിലേക്ക് പോയി. ശ്രേഷ്ഠന്മാരെല്ലാം അവിടെ വന്നുകൂടി. അവരെ അഭിവാദനം ചെയ്തതിന് ശേഷം പൗലോസ് തൻ്റെ ശുശ്രൂഷ വഴി വിജാതിരിടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലീഹ ഒരു സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ ഉടനെ തന്നെ ആ നാളുകളിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം ആ സമൂഹത്തെ നന്നായിട്ട് വിശദീകരിച്ചു. ആ വിശദീകരണം കേട്ടവരെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, കുടുംബത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം വന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു അവസരമായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ചില പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കുക അറിയുമ്പോൾ ഒന്ന് വിശദീകരിച്ചാലും ഒന്ന് തുറന്നു പറഞ്ഞാലും അതെല്ലാം അങ്ങോട്ട് ശാന്തമായി തീരും. ബൈബിളിൽ തന്നെ ഒരു ഉദാഹരണം നമുക്ക് പഠിക്കാം, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 11-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 11 വേഴ്സ് 1-4. വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂദയായിൽ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരരും കേട്ടു. തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദനവാദികൾ അവനെ എതിർത്തു. അവർ ചോദിച്ചു, അപരിച്ഛേദിതരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് എന്തുകൊണ്ട്? പത്രോസ് അവരോട് എല്ലാം ക്രമമായി വിശദീകരിക്കാൻ വേണ്ടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പത്രോസ്ലീഹായിലൂടെ ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടായി. ദൈവവചനം അവരോട് പ്രസംഗിക്കണമെന്ന് പത്രോസ്ലീഹായെ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞയച്ചു. അങ്ങനെ പത്രോസ്ലീഹ വചനം പ്രഘോഷിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ അവരോട് സംസാരിച്ചു, അവരോട് താമസിച്ചു, അവരോട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് തിരിച്ചെത്തിയപ്പോൾ വേണ്ട ബഹളം. എന്താ ബഹളം? പരിച്ഛേദനവാദികളെല്ലാം കൂടെ എതിർക്കുകയാണ്. നീ ഇതെന്തായി കാണിക്കുന്നത്? അവർ ചോദിച്ചു, അപരിചിതരുടെ അടുക്കൽ പോയി ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ അവരോടൊപ്പം ചെയ്യും, ഇത് എന്താ ഇതൊരു നിയമ മാനദണ്ഡ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഭയങ്കര ബഹളം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലീഹായ്ക്ക് വേണമെങ്കിൽ ആ സമയത്ത് തിരിച്ചു പറയാം, അത് ഞാനാണ് സഭയുടെ നേതാവ്, എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും, നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് വേണേൽ വിടാം, അല്ലേ? പറയാൻ റൈറ്റ് ഇല്ലേ? ഉണ്ട്. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ വന്നപ്പോൾ എൻ്റെ നിങ്ങളെന്നെ പഠിപ്പിക്കാതെ ചോദിക്കുന്നൊന്നുമില്ലല്ലോ. ആ അവസാനത്തെ സാന്നിധ്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. പത്രോസ് അവരോട് എല്ലാം ക്രമമായി വിശദീകരിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക, അല്ലേ? ഒരു കാര്യത്തെക്കുറിച്ച് ഇതെന്തെങ്കിലും കേട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് എടുത്ത് ചാടി പൊട്ട് തെറിച്ച് 4 ഡയലോഗും പറഞ്ഞ്, അല്ല നീ ആരാ എന്നോട് ചോദിക്കുക, നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വായിച്ച് കുറേ സമയം ഇരുന്നു.
ഒന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അപ്പോസ്തല പ്രവർത്തനം 11-ാമത്തെ അധ്യായത്തിൽ 17-18 തിരുവചനങ്ങൾ, ആക്ട്സ് ചാപ്റ്റർ 11 വേഴ്സ് 17 and 18. എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളതാണ്. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ പൗലോസ്ലീഹ എല്ലാം ക്രമമായി വിശദീകരിച്ച് പറഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, എന്നോട് ഇങ്ങനെ പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് വിരിപ്പ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പല ദിവസം ഞാനൊക്കെ പ്രസംഗിച്ചപ്പോൾ അവരുടെ പരിശുദ്ധാത്മാവ് വന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യണത്? ദൈവമല്ലേ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നേ. അപ്പം നമ്മൾക്ക് അതിനെ തടയാൻ പറ്റുമോ എന്നെല്ലാം ക്രമാനുഗതമായി വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ശാന്തരായി. അതല്ലേ അതിന് എഴുതി വെച്ചിരിക്കുന്നത്. അവർ ശാന്തരായി, അവർ നിശബ്ദരായിട്ട് തീർന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് തന്നെയാണ് സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ നടക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ഒന്ന് വിശദീകരിച്ച്, ഒന്ന് ശാന്തമായി, ഒന്ന് ക്രമമായിട്ട് പറഞ്ഞു തീർന്നാൽ പകുതി പ്രശ്നം അവിടെ തീർന്നു. എല്ലാവർക്കും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും. പക്ഷേ എന്താ പ്രശ്നം? ഒന്നും ചോദിച്ചാൽ പറയില്ല. എല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ മൂട്ടിക്കുട്ടി അങ്ങനെ വെച്ചുകൊണ്ട് നടക്കുക. അത് കുടുംബജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, സഭയിൽ അങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ട്, പാരീഷിലും അങ്ങനെ തന്നെയുണ്ട്, ഓരോ തലങ്ങളിലും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനപ്രകാരം എല്ലാത്തിനും ഒരു തുറവിയുണ്ട്, ഒരു വിശദീകരണം ആവശ്യമുണ്ട്, വിശദീകരണം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 12-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം, ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 17. നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു. ഈ സംഭവം യാക്കോബിനോട് സഹോദരന്മാരെ പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ അതിന്റെ പശ്ചാത്തലം? അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. പത്രോസിലെ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഇപ്പുറത്തിരുന്ന് വളരെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ധാരാളം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു, കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെടുന്നു. ഈ പത്രോസ്ലീഹ ഈ വീട്ടിലേക്ക് വരുന്നു. ആ ഒരു സഹോദരി ഇറങ്ങി ചെല്ലുന്നു, പത്രോസിനെ കണ്ടുമുട്ടുന്നു, വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ദൂതനായിരിക്കും എന്നൊക്കെ പറയുന്നു. ആ സംഭവങ്ങൾ വായിക്കണം. എന്നിട്ട് പത്രോസ്ലീഹ ചെന്നതിന് ശേഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ധ്യാന കേന്ദ്രത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ സ്റ്റേജിൽ നല്ല അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, വിടുതലുകൾ, ഡെലിവറൻസ് എല്ലാം നടക്കുകയാണ്. ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു സഹോദരങ്ങളെ, ഞാൻ സഖ്യം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരത്തൊക്കെ ശരിക്കും ശുശ്രൂഷ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ ഈശോ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് അതൊക്കെ നടന്നിട്ട് പിന്നെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്, ഓർക്കുകയാണ്. കാരണം ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടന്നിരുന്നവർ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങൾ അവരറിയണ്ടേ. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. എഫേസ്യോസ് ലേഖനം 6:21, എഫേഷ്യൻ ചാപ്റ്റർ 6 വേഴ്സ് 21. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കിക്കോസ് നിങ്ങളോട് എല്ലാം പറയുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവ നോക്കിയേ, പൗലോസ്ലീഹയുടെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നറിയാം, സഭയിൽ അംഗങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് സഹോദരൻ പൗലോസ്ലീഹ ഒരു ശുശ്രൂഷനെ അവരുടെ അടുത്തേക്ക് അയക്കുകയാണ്, അവരുടെ ആഗ്രഹം കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ തിരിച്ചു വന്നു, അല്ലെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വന്നു, അല്ലെങ്കിൽ എന്തൊരു ദൗത്യത്തിന് പോയി, അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആഗ്രഹമില്ലേ ഇതൊക്കെ ഒന്ന് കേൾക്കാനും അറിയാനും. പിന്നെ എല്ലാ കാര്യം എല്ലാവരും പറയണമെന്നില്ല, അത് വേറെ വിഷയമാണ്. അതൊക്കെ ചില രഹസ്യാത്മകതയുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും എൻ്റെ സഹോദരങ്ങളുടെ ഹൃദയത്തുറവി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറയാൻ നമുക്കൊരു കടപ്പാടുണ്ട്, വിശദീകരിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. പത്രോസ് ലേഖനത്തിൽ 1 പത്രോസ് 3:15 അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കുള്ള പ്രത്യാശയെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവേ. വിശ്വാസത്തെക്കുറിച്ച്,
ഒരു വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമ്മളൊരു സന്നദ്ധത വേണമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പോലും എൻ്റെ സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആര് എന്നുള്ള 15-ാം സങ്കീർത്തനത്തിൻ്റെ ചോദ്യത്തിൽ ഹൃദയം തുറന്ന് പെരുമാറുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന വചനമുണ്ട്. സങ്കീർത്തനം 15:1-2. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ആരാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന ചോദ്യത്തിന് സങ്കീർത്തനം കൊടുക്കുന്ന മറുപടികളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹൃദയം തുറന്ന് സത്യം പറയുന്നവൻ, ഹൃദയം തുറന്ന് സത്യം പറയുന്നവൻ, ഹൃദയം തുറന്ന് പെരുമാറുന്നവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടിട്ട് വെറുതെ നമ്മൾ പോകരുത്. ഒന്ന് ചിന്തിച്ച് നോക്കണം അല്ലേ? നമ്മളൊന്ന് ഹൃദയം തുറന്ന് പെരുമാറിയായിരുന്നെങ്കിൽ എത്രയോ പ്രശ്നങ്ങൾ ഒഴിവാകുമായിരുന്നു. നമ്മൾ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്നത് പകരം ഒന്നങ്ങ് സംസാരിച്ചായിരുന്നെങ്കിൽ അല്ലേ, നമ്മളിൽ തന്നെ ഇരുന്ന് ഞെരുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ട ഒരു കൃപ കർത്താവ് നമുക്ക് തരട്ടെ. നെഹമ്യായുടെ പുസ്തകത്തിൽ നെഹമ്യായോട് രാജാവ് ചോദിക്കുന്നൊരു ചോദ്യം എങ്ങനെയാണ്? രോഗമില്ലാതിരിക്കുക എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ലിത്. ഹൃദയവ്യഥ നല്ലതല്ല. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഹൃദയവ്യഥ നമ്മുടെ ഉന്മേഷം കെടുത്തിക്കളയും. കർത്താവിന്റെ സന്നിധിയിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത്. ഹൃദയത്തിൽ ഒരുപാട് വേദന, ഹൃദയത്തിൽ ഒരുപാട് ഭാരം, ആരുടെ ഒന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല. കർത്താവേ, മറ്റുള്ളവരെ തുറന്ന് പറയാത്തത് മൂലം മനസ്സിൻ്റെ ഭാരം, ഈ ഒരവസ്ഥകളെല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവിന് സന്നിധിയിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകരെ കർത്താവ് സുഖപ്പെടും. കർത്താവ് അനേകരെ സുഖപ്പെടുത്തും. ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നത് അനേകരെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയത്ത് ഓരോരുത്തരും കരങ്ങൾ തുറന്ന് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എന്നെ സുഖപ്പെടുത്തണം, കർത്താവ് എനിക്ക് സൗഖ്യം നൽകണം, ഈശോ എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊടണം, എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കാൻ, എല്ലാം ഒന്ന് വിശുദ്ധീകരിക്കാൻ കർത്താവെ ഒരു കൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണം. ഓരോരുത്തരും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഉച്ചത്തെ സ്തുതിക്കുന്നു. ലൂക്ക 6:19 അവിടുത്തെ സത്യപരപ്പെട്ട അനേകരെ സുഖപ്പെടുത്തി അത്ഭുതകരമായ സത്യസമൂഹത്തിൽ വ്യാപരിക്കട്ടെ. മനസ്സിന്റെ വേദനകൾ മാറട്ടെ, മനസ്സിന്റെ സങ്കടങ്ങൾ നീങ്ങട്ടെ, വലിയ ഹൃദയ തുറവിൽ അവിടുത്തെ സമ്മതിയിൽ വ്യാപരിക്കട്ടെ.